ഓ ആ അതാ വരുന്നു സുഖം തന്നെ. എന്തൊക്കെയാ പിന്നെ വിശേഷങ്ങളൊക്കെ? കുടുംബത്തിനുള്ള വിശേഷം. അതെ ഞാൻ നമുക്ക് വേണ്ടി ഇരുന്നാലോ? കുട്ടേട്ടാ നിങ്ങളും വരൂ. അല്ല കുട്ടേട്ടാ വരൂ, നിങ്ങളതിന്റെ താല്പര്യക്കാരനല്ലേ? അല്ല ഞങ്ങള് വരൂ. എനിക്ക് അല്പം ഒരു തിരക്കുണ്ട്, ഞാനൊന്ന് പോയി വരാം. ഓ നമ്മൾ ഒരുപാട് നാളായി കണ്ടിട്ട്. നമ്മള് ഒരു സംഗീത വിരുന്ന് നടത്താനാണ് ആഗ്രഹിക്കുന്നത്. ആയിക്കോട്ടെ, നമ്മൾ തയ്യാറെടുത്തിട്ടുള്ളത് കൃഷ്ണേട്ടന്റെ വായിൽ തന്നെ ഒരു ഹിന്ദു ഭക്തി ഗാനം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആയിക്കോട്ടെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, എല്ലാവരും കൂടെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നി തണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്രം പറയാമല്ലോ. നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്തുള്ള പൂന്താനം എന്ന പ്രദേശത്ത് ജനിച്ച പൂന്താനം നമ്പൂതിരിയാണ് ഇത് രചിച്ചിട്ടുള്ളത്. അതെ അദ്ദേഹം ഒരു ഭക്തകവിയായിരുന്നു, നമുക്കറിയാം. ഏകദേശം 1547, അതായത് 16-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഈ പാട്ട് എഴുതി. ഇത് എഴുതാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഒരു കുഞ്ഞ് ലഭിക്കാതെ ഒരുപാട് പ്രാർത്ഥനകളും മറ്റുമായി കഴിയുന്ന സമയത്ത് യാദൃശ്യമായി അദ്ദേഹത്തിന് കുഞ്ഞ് ലഭിക്കുകയും, എന്നാൽ ആ കുഞ്ഞ് കൂടുതൽ കാലം ജീവിക്കാതെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ആ ദുഃഖ അവസ്ഥയിൽ നിന്നും അദ്ദേഹം ഭക്തിയിലേക്ക് തിരികുകയും, അങ്ങനെ ഭക്തിമാർഗത്തിലേക്ക് മാറുകയും അദ്ദേഹം ഈ പാട്ട് രചിക്കുകയും ചെയ്തു. ജ്ഞാനപ്പാന എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതൊക്കെ ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതിൽ ദൈവത്തിൻ്റെ അസ്തിത്വവും അഥവാ ദൈവത്തിൻ്റെ അപാരമായ ശക്തിയും എന്നാൽ മനുഷ്യൻ്റെ നിസ്സഹായതയുമാണ് ഇതിൽ ഈ പാട്ടിൻ്റെ അടുത്ത വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ബാക്കിയൂടെ ഒന്ന് പാടിയാൽ? അതെ, പാടാം. ഓക്കെ. ഈ ഗാനം എന്ന് പറയുന്ന ഒരു വെറും ഭക്തിഗാനം മാത്രമല്ല, മനുഷ്യന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലുള്ള ഒരുപാട് പാട്ടുകൾ ഉണ്ടാവാം. അപ്പൊ ഇതിന്റെ ബാക്കി വരികൾ കൂടി നമുക്ക് കണ്ട് പാടാം. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ, കണ്ടു 4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മഞ്ഞന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ, തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. ഇനി ഇതിന് സമാനമായിട്ടുള്ള ചില വരികള് നമ്മുടെ മുസ്ലിം ഭക്തിഗാനത്തിലുണ്ട്. അതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിക്കൂ.
മാപ്പിളപ്പാട്ട് അല്ലേ? ഓ, മാപ്പിള ഭക്തി ഗാനങ്ങളോ? മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്രം ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ നമ്മുടെ മലബാർ ഏരിയകളിലാണ് മാപ്പിളപ്പാട്ടിൻ്റെ ഉത്ഭവങ്ങൾ. പക്ഷേ പഴയ കാലത്ത് ഒരു ക്ലാസിക് സോങ് എന്ന് പറയാൻ ഈ ആശയം വരുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അത് ചിലപ്പോൾ എൻ്റെ കഴിവുകേടായിരിക്കാം, ഉണ്ടായിരിക്കാം ഒരു പക്ഷേ. അതൊക്കെ പൊതുവെ ഒരു പിന്നെ ചില വ്യക്തികളെ, ചില മഹൽ വ്യക്തികളെ പുകഴ്ത്തുന്നതും അങ്ങനെയൊക്കെയുള്ള പാട്ടുകളാണ്. അതേസമയം നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ, ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ വന്ന ഒരു സിനിമാ ഗാനം, അത് ഇതിനോട് വളരെ സാദൃശ്യം പുലർത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന് പാടൂ. അല്ലാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും യത്തീമുകൾ, എല്ലാരും യത്തീമുകൾ. അല്ലാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും യത്തീമുകൾ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ, തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. ഇന്നത്തെ മന്നവൻ നാളത്തെ യാചകൻ, ഇന്നത്തെ സമ്പന്നൻ നാളെ വെറും യത്തീം. ഇന്നത്തെ പൂമേട നാളത്തെ പുൽക്കുടിൽ, ഇന്നത്തെ മർത്തീതൻ നാളത്തെ സുൽത്താൻ. അല്ലാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമി എല്ലാരും യത്തീമുകൾ. എല്ലാരും യത്തീമുകൾ. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ? തീർച്ചയായിട്ടും പറഞ്ഞോളൂ. ഈ പൂന്താനത്തിന്റെ തന്നെ ഇതേപോലുള്ള വേറൊരു 4 വരി ഞാൻ പാടാം. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. അപ്പൊ കൃഷ്ണേട്ടന്റെ ഒരു പാട്ടോട് കൂടി നമുക്കിത് അവസാനിപ്പിക്കാം. കരുണാമയനാം ദൈവമൊന്നേ, കരുണാമയനാം ദൈവമൊന്നേ.